അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ? അപ്പം ഇന്ന് നമുക്ക് കണ്ണഞ്ചും മീൻ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ പിന്നെ എത്ര കൊടുന്നാലും നേരാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് തിന്നേണ്ട മീനേ ഉണ്ടാവുള്ളൂ. ഇപ്പം ചെമ്മീൻ നല്ല വില കുറവാണല്ലോ. അങ്ങനെ തന്നെ നേരം വെളുക്കുമ്പോൾ തന്നെ 5 മണിക്ക് മീൻ അങ്ങോട്ട് നേരാക്കാൻ ഇരുന്നതാണ് കേട്ടോ. ഒക്കെ ചെറിയ ചെറിയ മീനുകളാണ്. അയിലക്കുട്ടികളും അതുപോലെ വത്തളും അതൊക്കെ കറി വെച്ചാൽ ഭയങ്കര രസമല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ട് ആദ്യം മീൻ അങ്ങോട്ട് നന്നാക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ളതിന് നിൽക്കാലോ എന്ന് കരുതിങ്ങാണ്ട് ഇന്നലെ കിടക്കുമ്പോൾ തന്നെ ഫ്രീസറിൽ നിന്ന് മീനൊക്കെ എടുത്തുങ്ങാണ്ട് താഴത്തേക്ക് വെച്ചിരുന്നു. അങ്ങനെ അത് നന്നാക്കൽ കഴിഞ്ഞു കേട്ടോ. പിന്നെ എൻ്റെ പൊട്ടത്തരങ്ങൾ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ കേട്ടോളിട്ടോ. ഞാൻ ഇന്നലെ വെള്ളപ്പത്തിന് വാണ്ടിങ്ങാണ്ട് ഇതൊക്കെ കൂട്ടി വെക്കണം എന്ന് കരുതിങ്ങാണ്ട് അരി കെക്കിങ്ങാണ്ട് അവിടെ വെച്ചു. അതിക്ക് തേങ്ങ ചിരകി ഇടണം, ലേശം ചോറ് ഇടണം എന്ന് കരുതിങ്ങാണ്ട് അങ്ങനെ വെച്ചു. പിന്നെ കരണ്ട് പോയിട്ടോ. പിന്നെ അത് അങ്ങോട്ട് മറന്നിക്കണ്. ചെറുപയർ വെള്ളത്തിലിടും ചെയ്തു. എന്ത് വന്നാലും വേണ്ടില്ല ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കട്ടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ലേശം ചോറും തേങ്ങയും ഈസ്റ്റും പഞ്ചസാരയും ഉപ്പൊക്കെ കൂട്ടിങ്ങാണ്ട് ഇതാ അരച്ച് ഇവിടെ വെക്കണു കേട്ടോ. ശരിയായാൽ ശരിയാവട്ടെ, ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങോട്ട് തിന്നും ചെയ്യാം. ചെറുപയർ വെള്ളത്തിലിട്ടിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. വേറെ എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കാം. ഞാനിനി എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ തലേന്ന ശാലുവിനോടും മോനുവിനോടും ചോദിച്ചു കേട്ടോ. മോനും ഇങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പമുണ്ട്? അപ്പോൾ ഓല് അറിയാം കുഴപ്പമില്ലമ്മ അങ്ങനെ മതി. പിന്നെ ഓല് നീച്ച് വരുമ്പോഴത്തേന് ചോദിക്കും എന്തമ്മ ചായക്ക് കടി, ഇന്നിപ്പോൾ വെള്ളപ്പാണല്ലോ നല്ല രസമല്ലേ എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ഞാൻ ബാക്കിയുള്ള തേങ്ങ മിക്സിയിലിട്ടുങ്ങാണ്ട് കണ്ട് അടിച്ചെടുക്കണം. അതിൻ്റെ പാലെടുക്കാണ്ട് വേറെ ഒന്നും കൂട്ടിയിട്ടില്ല. ചെറുപയർക്ക് തേങ്ങ അരച്ച് കൂട്ടണ്ട, വെറും തേങ്ങാപ്പാൽ കൂട്ടാലോചിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇനി ആ തേങ്ങ ചിരകിയത് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും, അല്ലെങ്കിൽ എടുത്ത് തിന്നും. അപ്പം എനിക്ക് തോന്നി ചെറുപയറിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ വെക്കലുണ്ട്, അത് നല്ല രസമാണേനും. അങ്ങനെ ആ കുക്കർ എടുത്തിട്ട് ഞാൻ ഇഞ്ചി ചതച്ചിങ്ങാണ്ട് അതിൽ വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും ഒരു വെല്ലുള്ളിയും ഒരു തക്കാളിയൊക്കെ നുറുക്കിങ്ങാണ്ട് അതിൽ ചെറുപയറിട്ടിങ്ങാണ്ട് ആദ്യം അത് അടുപ്പത്ത് വെക്കുക കേട്ടോ. ഇന്ന് കുറച്ച് നേരത്തെയാണല്ലോ, അപ്പോൾ ഞാൻ ചോറിന് വെള്ളമൊന്നും വെച്ചിട്ടില്ല. ഇത് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് ചോറ്റും കൊടുക്കാണ്ട് അടുപ്പത്ത് വെക്കാലോ വെച്ചിട്ടാണ്. നമുക്ക് ഓരോ ശ്രദ്ധ കമ്മി കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കണത്. എന്താ വെച്ചാൽ ഞാൻ ആ കറണ്ട് പോയപ്പോൾ ശാലുവിൻ്റെയും മോനുവിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയിരുന്നു. തേങ്ങ ചിരകണം എന്നുണ്ടെങ്കിൽ കറണ്ട് വരട്ടി എന്നിട്ട് ചിരകാന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ കറണ്ട് വന്നപ്പോൾ ഞാനത് മറക്കുകയും ചെയ്തു. ഒക്കെ ഇങ്ങനെ വീതനമ്മ കാണുന്നിടത്തുണ്ടെങ്കിൽ ഓർമ്മ വരും. തേങ്ങ ഞാൻ നല്ലപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വീതനൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ. അപ്പം നമുക്കൊരു പണി ഉണ്ടാവില്ല എന്ന് കരുതിങ്ങാണ്ട് അങ്ങനെ പോയി കടന്നു. അതേ ഉണ്ടായത്. പിന്നെ നേരം വെളുത്തിട്ടാണ് ഓർമ്മ വന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഒരടുപ്പത്ത് ചോറ്റും കുടുക്കയും വെച്ചിട്ടുണ്ട്, ഒരടുപ്പത്ത് കുക്കറും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ലേസ് ഉള്ളി അരിഞ്ഞ് വെക്കട്ടെ. ചെറുപയർ വന്നിട്ട് നമുക്ക് തൂമിച്ചണല്ലോ. അതിൻ്റെ ശേഷം ഞാൻ വത്തൾ മുളക് കറി വെക്കുകയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെയൊക്കെ കറി കൂട്ടാൻ അങ്ങോട്ട് പൂതി അയക്കണ്. ഞാൻ ബാബുവിനോട് 2-3 വട്ടം വിളിച്ചിട്ട് നിങ്ങൾ മീൻ കൊണ്ടുവരണം കേട്ടോ, മീൻ കൊണ്ടുവരാതെ വരരുത്, വത്തളാണെന്ന് പറഞ്ഞപ്പോൾ ഒന്നും പാടെ വിളിച്ച് ഓർമ്മപ്പെടുത്തിയതാണ്. അങ്ങനെ പിന്നെ ഞാൻ ഉള്ളിയരിയിൽ കഴിഞ്ഞിട്ട് 2-3 തക്കാളി നുറുക്കിയിട്ടുണ്ട്. ലേശം മീൻ മസാലയും ലേശം മഞ്ഞപ്പൊടിയും ലേശം ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് അടുപ്പത്ത് വെക്കാൻ വേണ്ടിങ്ങാണ്ട് അതിൻ്റെ മുന്നേ അതങ്ങോട്ട് ശരിയാക്കണം. പിന്നെ അധികം മുളകും പൊടി ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർക്കട്ടോ. മീൻ മസാല ഇപ്പം എല്ലാവരോടും ഒന്നും ഉണ്ടാവില്ല, നമ്മളോട് ഏതായാലും മീൻ മസാല സ്റ്റോക്കാണല്ലോ. അങ്ങനെ അത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുക്കറൊന്ന് വെറുതെ അങ്ങനെ എയർ ഒഴിവാക്കി നോക്കുക. അപ്പോൾ അത് ഒഴിവായിട്ടുണ്ട്. അപ്പം ഞാൻ അതങ്ങോട്ട് ശരിയാക്കി എടുക്കട്ടെ, എന്നിട്ട് മീൻ കറിക്കെല്ലാം റെഡി ആക്കാലോ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാനിത് നല്ല ഉരതി ഉടക്കുന്നുണ്ട്. ചെറുപയറൊക്കെ നല്ല ഉരതി ഉടച്ച് നല്ല കുറുന്നനവാണല്ലോ. അതുമല്ല വെള്ളപ്പത്തേക്കാണെങ്കിൽ പിന്നെ പറയും വേണ്ട. കടലക്കറിയും ചെറുപയറൊക്കെ നമ്മൾ വെള്ളപ്പത്തേക്ക് ഭയങ്കര രസമാണ് കേട്ടോ. അതുപോലെ ചപ്പാത്തിക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പലർക്കും പല മാതിരിയല്ല. അങ്ങനെ നമ്മൾ തേങ്ങ ഒന്ന് മിക്സിയിൽ അടിച്ച് വെച്ചിരുന്നല്ലോ, അത് കുറച്ച് വെള്ളം കൂട്ടിങ്ങാണ്ട് അങ്ങോട്ട് അടിച്ചെടുത്തേക്കുക. അപ്പം ഞാൻ അതിൻ്റെ പാല് മാത്രമേ കൂട്ടണുള്ളൂ കേട്ടോ. നല്ല പിഴിഞ്ഞിട്ട് അതിൻ്റെ പാൽ ഇങ്ങോട്ട് എടുക്കുകയാണ്. വല്ലാതെ എരിവ് ഇട്ടിട്ടില്ല. 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 1-1.5 സ്പൂണ് മല്ലിപ്പൊടിയും 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ചെറുപയർ കറിയൊക്കെ അവിടെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതങ്ങോട്ട് തൂമിച്ച് പാർന്നാൽ പിന്നെ അയിമക്ക് അങ്ങോട്ട് തിരിയണ്ടല്ലോ. നമുക്ക് ഈ കറി ഒന്ന് തൂമിക്കുമ്പോൾ അങ്ങോട്ട് ചെയ്താൽ പിന്നെ അയിമക്ക് തിരിയണ്ടല്ലോ. അങ്ങനെ ഞാനിത് കണ്ടറിഞ്ഞ് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം അത് മൂത്ത് വന്നപ്പോൾ 2 ഉണക്കമുളകും വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് എന്തെങ്കിലും തൂമിച്ചുമ്പോഴും കടു പൊട്ടിച്ചുമ്പോഴും ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് വേറൊരു രസമാണ് കേട്ടോ.
അങ്ങനെ നമ്മളെ കറി കണ്ടില്ല, നല്ലൊരു കളറാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാകുമ്പോൾ ഭയങ്കര രസമാട്ടോ ചെറുപയർ കറി. അപ്പോൾ എപ്പോഴൊന്നും തേങ്ങാപ്പാൽ ഒഴിച്ചലില്ല, ഉണ്ടായപ്പോൾ അത് അങ്ങനെ ഒഴിച്ചത്, അല്ലെങ്കിൽ ഇനി അത് അവിടെ അങ്ങനെ ഇരിക്കുമല്ലോ. അപ്പത്തിന് നമ്മൾ ചോറിൻ്റെ വെള്ളം നല്ലോണം കാഞ്ഞിട്ടുണ്ട്. അപ്പോൾ കെക്കിങ്ങാണ്ട് അരി ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ. എന്നാൽ അതവിടെ കടന്ന് തിളക്കുമ്പോഴത്തേനും നമുക്ക് മുറ്റമൊക്കെ അടിച്ചിങ്ങാണ്ട് ഇങ്ങോട്ട് ഔത്തുക കയറും ചെയ്യാലോ. തിരുമ്പാനില്ലതെന്ന് സോപ്പും പൊടിയിലൊന്നും ഇട്ടിട്ടില്ല, ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് തിരുമ്പിയിട്ട് ഇങ്ങോട്ട് കയറാനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അരിയിടൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ അരി കുറച്ചൊക്കെ വേവുണ്ട് കേട്ടോ. ആദ്യം എന്ന് പറഞ്ഞാൽ തിളച്ചാ വേവണ അരിയായിരുന്നു, ഇപ്പോൾ കുറച്ചൊക്കെ വേവുണ്ട്. പിന്നെ ഞാനിന്ന് എയർ ഫ്രഷ് കുടിച്ചാലും കുറച്ച് വെക്കിയിട്ടുണ്ട്. ആ ചെമ്മീൻ നേരാക്കാൻ ഇരുന്നതിനാൽ ഒരുപാട് നേരം അങ്ങനെയാണ് പോയിട്ടോ. പിന്നെ തലേന്ന് ആ നേരാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രിയിലൊക്കെ മീൻ നേരാക്കുമ്പോൾ ഭയങ്കര ഒരു ഈറല്ല കാര്യമല്ലേ. അങ്ങനെ എയർ ഫ്രഷ് കുടിച്ചാനുണ്ട്. ഉപ്പേരിക്ക് നമുക്ക് പയറാണ് കിട്ടിയിരിക്കണത്, അത് നുറുക്കും ചെയ്യാലോ. എന്നാൽ അവിടെ ഇരുന്ന് കുടിച്ചലും ആയി, ഇത് നുറുക്കലും ആയി. അപ്പോഴാണ് നമ്മളെ മുളകും പൊടി മഞ്ഞപ്പൊടിയുടെ പാത്രമൊക്കെ നോക്കുമ്പോൾ അതിൽ മല്ലിപ്പൊടി കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ചൂട് കൊടുക്കാൻ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഈ രാവിലത്തെ പരക്കം പാച്ചിലേക്കാണ് ഇതൊക്കെ ഓർമ്മ വരല്. ഇത് നമ്മളാണെങ്കിൽ ഈ കുടുംബശ്രീക്കാരിൽ നിന്ന് അരക്കിലോനായിട്ടാണ് വാങ്ങൽ. പാത്രത്തിലൊക്കെ ആണെങ്കിൽ പിന്നെ കജ്നയിലിടക്ക് എന്തിച്ചും അത് എളുപ്പം അളക്കൊക്കെ എടുത്തേക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഈ കുടുംബശ്രീക്കാരിരുന്നാണ് മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ വാങ്ങൽ. അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ മാതിരി പയർ കിട്ടിയിട്ടും കുറേ ദിവസമായിക്കണം. അപ്പോൾ നല്ല പച്ചപ്പയർ കിട്ടിയിട്ടുണ്ട്. ഞാൻ പയറും അരിയട്ടെ, അതുപോലെ തന്നെ എയർ ഫ്രഷ് കുടിച്ചുമാണല്ലോ. അങ്ങനെ എയർ ഫ്രഷ് കുടിച്ചാലും പയറൊക്കെ അരിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഞാൻ ഈ മീൻ ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിച്ചാൽ മറന്നുക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, കത്തുണ്ട് എന്നുള്ളൊരു ധാരണയിലായിരുന്നു. അപ്പോൾ എളുപ്പം ഞാൻ 2 വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ കുത്തിയിട്ടുങ്ങാണ്ട് അത് അടുപ്പത്ത് വെച്ചു. പിന്നെ നമ്മളെ ചെമ്മീനൊന്ന് പൊരിച്ചാൻ വേണ്ടി കായം കൂട്ടുകയാണ്. അതിക്കും ലേശം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് ലേശം വേപ്പിൻ്റെ ഇലക്കാണ് പിച്ചി ചീന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ മസാല ചേർത്തുങ്ങാണ്ട് മീൻ പൊരിച്ചുമ്പോൾ വെള്ളം നല്ലോണം വാരണം, അല്ലെങ്കിൽ നമ്മൾ ഈ മീൻ മസാല മീനും അങ്ങോട്ട് പിടിച്ചൂല. കാണുമ്പോൾ വലിയ കളറൊന്നുമില്ല, എന്നാലും ഭയങ്കര എരിയാണ് കേട്ടോ നമ്മളെ മീൻ മസാല. എപ്പോഴും പറയട്ടെ മീനിലെ എരി കൂടുതലാണ്. അപ്പത്തിന് നമ്മളെ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ ചോറൊന്നും ഇങ്ങോട്ട് വാർത്ത് വെക്കട്ടെ. അതവിടെ മാങ്ങി വെച്ചിട്ട് ഞാൻ വാർക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ പയർ തൂമിച്ചല്ല ചട്ടി അടുപ്പത്ത് വെച്ച് ലേശം ഉള്ളിയും ഒരു പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ചോറ് അതാ മൂലൊക്കെ വാർക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്നപ്പത്തിന് നമ്മൾ ഉള്ളി നല്ലോ മൂത്തിട്ടുണ്ട്. അപ്പം ഞാനിതാ പയറുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലേശം ഉപ്പിട്ടിട്ട് അടുപ്പത്ത് അങ്ങോട്ട് വെക്കട്ടെ. തോനെ വെള്ളം പാരാതെ ഒരു ലേശം ഒരു കയ്യിൽ വെള്ളം പാർന്നു കൊടുത്തിട്ടുണ്ട്. കാരണം ചെള്ള് പയറാണ്. അത് അടുപ്പത്ത് വെച്ചപ്പത്തിന് നമ്മളെ തക്കാളിയും പച്ചമുളകൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല പുളിയും കറിയാണ് വെക്കണത്. കുറേ ദിവസമായിക്കണു വത്തള മീൻ കൂട്ടിയിട്ട്. അപ്പോൾ അതിക്കാണ്ട് പുളി അങ്ങോട്ട് പാർന്നു കൊടുത്തിട്ടാണ് മൂടി വെച്ചിട്ടുണ്ട്. വെറും തക്കാളിയും പച്ചമുളകുമാണ് കേട്ടോ നമ്മൾ കറിയിലിട്ടിട്ടുള്ളൂ, അല്ല വെല്ലുള്ളി ഒന്നും ഇട്ടിട്ടില്ല. 2 ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ടിക്കണു. അങ്ങനെ പുളി അങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് മൂടി വെച്ച് വെട്ടി തളച്ചപ്പോൾ നമ്മളെ വത്തള അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചെറുതായി നല്ലൊരു തള അങ്ങോട്ട് വന്നപ്പോൾ മാങ്ങി വെച്ചിട്ട് അതൊന്നും ഇങ്ങോട്ട് കടു പൊട്ടിച്ചട്ടെ. അപ്പോൾ വത്തള മീൻ നിങ്ങൾ ആരും കടു പൊട്ടിച്ചിട്ടില്ലെങ്കിൽ കടു പൊട്ടിച്ചു കൊണ്ടുട്ടോ. ഭയങ്കര രസാട്ടോ കടു പൊട്ടിച്ചാൽ. ഞാൻ എൻ്റെ പെരേക്കൊക്കെ ചെന്നാൽ കടു പൊട്ടിച്ചങ്ങാണ്ട് കറി വെക്കും. അത് മത്തി ആയാലും അയിലായാലും. അപ്പോൾ പറയട്ടെ ഇതൊരു പ്രത്യേക രസമാണ് എന്ന് പറയട്ടോ. അങ്ങനെ ആ മീൻ കറി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതായാലും അടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീൻ മസാല കൂട്ടിയിട്ടും കുറച്ച് നേരം ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അങ്ങോട്ട് ചട്ടിയിൽ വെച്ച് കൊടുക്കുക. ചെമ്മീൻ പൊരിച്ചാലൊന്നും തികയില്ല കേട്ടോ. അതും ചായ കുടിച്ചതിന് മുന്നേ പൊരിച്ചിടില്ല എന്ന് കരുതിയതാട്ടോ. അപ്പോൾ ഷാലൂനും മോനൂനും ഇതപ്പം തന്നെ പൊരിച്ചണം, അപ്പം തിന്നുമ്പോൾ തിന്നാനാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളെ ചെമ്മീൻ ചട്ടിയിൽ അടുക്ക് പെറുക്കി അങ്ങോട്ട് വെച്ച് കൊടുത്തപ്പത്തിന് നമ്മളെ പയറിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇവിടെ കിടക്കണുണ്ട്. അപ്പോൾ നല്ല പച്ച കളറിൽ കാണാനുണ്ട്. അങ്ങനെ അത് വാങ്ങിയിട്ട് ഞാൻ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാലവിടെ കടന്ന് തിളക്കട്ടെ. അപ്പത്തിന് നമ്മൾ വെള്ളപ്പത്തിനുള്ള മാവൊന്ന് തുറന്ന് നോക്കി പൊന്തി വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നാണല്ലോ ഈസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്, തലേന്നാളൊന്നുമല്ല. അപ്പം ഞാൻ വെള്ളപ്പച്ചട്ടിയിൽ ചുട്ടിട്ട് ശരിയാവണില്ലെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ഈ പുളിയപ്പം ഉണ്ടാക്കണ മാതിരി ഉണ്ടാക്കാമെന്ന് കരുതിങ്ങാണ്ടായിരുന്നു. അപ്പം നല്ല ശരിയായി പോരുന്നുണ്ട്. അപ്പം ഇതിന് നമ്മളെ പാല് തള വരാനായിട്ടുണ്ട്. അപ്പം കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കണം.
ഈ കാപ്പിപ്പൊടി ഇവിടെ കഴിഞ്ഞു കേട്ടോ. എൻ്റെ അമ്മ തന്ന കാപ്പിപ്പൊടിയായിരുന്നു. ഭയങ്കര രസമുള്ള കാപ്പിപ്പൊടിയാണ് കേട്ടോ. നല്ലൊരു ചൂരും മണമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള ചായയാണ്. ഞാൻ കുറച്ചൊക്കെ ചൂടാറുമ്പോഴത്തേന് നമ്മൾ വെള്ളപ്പം ചുടലും കഴിഞ്ഞു. അപ്പം നമ്മൾ വെള്ളപ്പച്ചട്ടി ഒന്ന് തുറന്ന് നോക്കുക. കണ്ടില്ല നിങ്ങൾ, വെള്ളപ്പം നല്ലോണം ശരിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കരുതിയിരുന്നു കേട്ടോ അത് ഞാൻ തന്നെ ചിലപ്പം തിന്ന് തീർക്കണ്ടേരോ എന്നൊക്കെ കരുതിയിരുന്നു. അങ്ങനെ തന്നെ നമ്മളെ ശാലൂന് ചോറുംപാടാക്കിയിട്ട് വേണം നമുക്ക് എന്താണ് ചായ കുടിച്ചാൻ കേട്ടോ. പിന്നെ നിങ്ങൾ കമൻറ്റ് എഴുതിയിരുന്നു ഞങ്ങൾക്ക് എന്താ ഒന്നിനും മറുപടി തരാത്തത്, ഒന്നും വിചാരിച്ചത്, ഒരു വെറുപ്പും വിചാരിച്ചത്. ഒരു ഫോണുണ്ട്, ഓള് എഴുത്തും വായനയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എനിക്ക് ഫോണിൽ വീഡിയോ എടുക്കണം, എഡിറ്റിങ് എല്ലാ കാര്യങ്ങളായിട്ട് സമയം കിട്ടണില്ല. പിന്നെ 3 പെരയിലും ഉണ്ടല്ലോ, ഫോൺ ഒരു ഒഴിവും ഇല്ല കേട്ടോ. അപ്പം ഇൻഷാ അല്ലാ എല്ലാത്തിനും ഞാൻ മറുപടി തരുന്നത് ഇക്കാരം. മനസ്സിൽ വെറുപ്പൊന്നും വിചാരിച്ചത്. നിങ്ങൾ തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ തരുന്ന ഓരോരുത്തരെയും സപ്പോർട്ടാണ് ഞാൻ ഇവിടെ എത്താനില്ല കാരണം കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ ചായ കുടിച്ചാണ്. ഭയങ്കര വിഷമമുണ്ട് കേട്ടോ ആ കമൻറ്റ് കണ്ടപ്പോൾ. അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അത് മതി. ചായ കുടിച്ചുമ്പോൾ ചെമ്മീനൊക്കെ എടുക്കാൻ മറന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.